എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇത്തവണത്തെ ഗീത ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇത്തവണത്തെ ഗീത ക്ലാസ്സിൻ്റെ പേര് മനസ്സിൻ്റെ സമനില അവസ്ഥ എന്നുള്ളതാണ്. മനസ്സിനെങ്ങനെയാണ് ഒരു സമതുലനാവസ്ഥ, മനസ്സെങ്ങനെയാണ് സമനിലയിൽ വർത്തിക്കുന്നത്? നമുക്കറിയാം മനസ്സ് എപ്പോഴും ചഞ്ചലമാണ്. പലതരത്തിലുള്ള വിചാരങ്ങളാൽ മനസ്സ് പലപ്പോഴും പ്രക്ഷുബ്ധമായി നമ്മൾ കാണാറുണ്ട്. ഒരു വികാരം അല്ലെങ്കിൽ ഒരു ചിന്ത, അങ്ങനെ ചിന്തകളുടെ ഒരു പ്രവാഹമാണ് മനസ്സ്. പല ചിന്തകന്മാരും മനസ്സിനെ ചിന്തകളുടെ ഒരു കൂട്ടമായിട്ട് തന്നെ പറയാറുണ്ട്. സന്തോഷം, സന്താപം, വിജയം, പരാജയം, ലാഭം, നഷ്ടം, ഇങ്ങനെ പലതരത്തിലുള്ള വ്യത്യസ്ത ധ്രുവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ഇത്തരത്തിൽ മനസ്സിൻ്റെ അവസ്ഥയെയും ഇതൊക്കെ കാര്യമായി സ്വാധീനിക്കാറുണ്ട്. മനസ്സിൻ്റെ പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ ഒപ്പിക്കുന്ന മറ്റു പല പ്രശ്നങ്ങളും വളരെ അധികമാണ്. ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എങ്ങനെയാണ് മനസ്സിനെ എപ്പോഴും ബാലൻസ് ചെയ്ത് നിർത്താനായിട്ട് സാധിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ പരാജയം വരുന്നു, ചിലപ്പോൾ സന്തോഷം വരുന്നു. ചില ആളുകളെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാം, അവരെത്ര ഹാപ്പിനെസ് ആയാലും എത്ര പരാജയമാണേലും അവർ ഒരേപോലെ നിൽക്കുന്നത് നമുക്ക് കാണാം. വളരെ ശാന്തരായിരിക്കും. നമുക്കറിയാം, സമുദ്രത്തിൻ്റെ മുകൾ ഭാഗമെന്ന് പറയുന്നത് തിരമാലകളാണ്, വളരെ പ്രക്ഷുബ്ധ കല്ലോലങ്ങളാണ്. അതേസമയം സമുദ്രത്തിൻ്റെ അടിത്തട്ട് വളരെ ശാന്തമാണ്. പുറമേ നമ്മൾക്ക് ധാരാളം കർമ്മങ്ങൾ, ധാരാളം നമ്മുടെ ജീവിതത്തിൻ്റെ കർമ്മക്ഷേത്രത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നമുക്ക് നിർവഹിക്കാനുണ്ടെങ്കിലും മനസ്സ് ആരുടെയാണോ എപ്പോഴും ഇളകാതെ നിൽക്കുന്നത്, അയാളെ നമുക്കൊരു വിജയി എന്ന് വിളിക്കാം. അർജുനൻ്റെ മനസ്സിവിടെ വളരെ സംഘർഷമായിരുന്നു. സ്വന്തം മുമ്പിൽ തൻ്റെ ബന്ധുക്കളെല്ലാം വന്നു നിൽക്കുന്നു, അവരോട് യുദ്ധം ചെയ്യണം. യുദ്ധം ഒരു ഡ്യൂട്ടി ആയിട്ടാണ് അർജുനൻ അവിടെ സംഭവിച്ചിരിക്കുന്നത്. യാദൃച്ഛികമായിട്ട് വന്നു ചേർന്നതാണ്. അപ്പോൾ ഇത്തരം ഒരു അവസ്ഥയിൽ അവരോട് എതിരിടണം, അവരെ വധിക്കും. അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് അർജുനന് ഭയങ്കര പ്രശ്നമായിരുന്നു. അർജുനൻ സ്വന്തം ജോലി ഉപേക്ഷിച്ച് ആ യുദ്ധക്കളത്തിൽ നിന്ന് പോകാനൊക്കെ ഒരുങ്ങി. പക്ഷേ കൂട്ടുകാരൻ കൃഷ്ണൻ പിടിച്ചു നിർത്തുകയാണ്. അപ്പം ഇത്തരത്തിൽ മനസ്സ് വളരെ പ്രക്ഷുബ്ധമാണ് അർജുനൻ്റെ. ആ സമയത്തിൽ അർജുനൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് നമുക്ക് മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കുക? മനസ്സ് എങ്ങനെ നമുക്ക് ബാലൻസ് ചെയ്യാൻ പറ്റും? ജയപരാജയങ്ങളുടെ നടുക്ക്, ലാഭനഷ്ടങ്ങളുടെ നടുക്ക് നമുക്ക് ഈ മനസ്സിനെ എങ്ങനെയാണ് പിടിച്ചു നിർത്താനായിട്ട് സാധിക്കുന്നത്? ആ ചോദിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ശ്രീകൃഷ്ണൻ അതിനുള്ളൊരു ഉത്തരം പറയുന്നത്. അതാണ് നമ്മൾ ഇത്തവണത്തെ ഗീതാ ക്ലാസ്സിൽ എടുത്തിരിക്കുന്നത്, മനസ്സിൻ്റെ സമതുലനാവസ്ഥ. മനസ്സിനെ നമുക്ക് എങ്ങനെ നിയന്ത്രിച്ച് ഒന്ന് സെറ്റാക്കി ബാലൻസ് ആക്കി നിർത്താം. അതിന് കൃഷ്ണൻ ശരിക്കും ഈ മനസ്സിൻ്റെ സമതുലനാവസ്ഥയ്ക്ക് യോഗം എന്നാണ് വിളിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ നമ്മുടെ വർക്കിംഗ് മേഖലയിൽ നമുക്ക് ചിലപ്പോൾ നഷ്ടങ്ങളുണ്ടാവാം, ലാഭങ്ങളുണ്ടാവാം. നമ്മൾ പലപ്പോഴും ആസക്തി പൂണ്ടായിരിക്കാം നമ്മൾ ലാഭത്തോടുകൂടി നമ്മൾ ലാഭം ലക്ഷ്യമാക്കി നമ്മൾ പ്രവർത്തിക്കുന്നത്. ആസക്തിയോടു കൂടിയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. എനിക്ക് ഇത്ര ലാഭം വേണം, കൊള്ള ലാഭം വേണം, എനിക്കതിൻ്റെ ഇരട്ടി ലാഭം വേണം. നഷ്ടമെന്ന് പറയുന്നത് ചിന്തിക്കാനേ സാധ്യമല്ല. ഇത്തരത്തിൽ ആസക്തി പൂണ്ടാണ് നമ്മൾ കർമ്മം ചെയ്യുന്നത്. ആസക്തി എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ചെയ്യുന്ന കർമ്മത്തോട് അല്ലെങ്കിൽ ആ ജോലിയിൽ നിന്ന് കിട്ടുന്ന ഫലത്തോടുള്ള ഒരു രഹസ്യ ഇടപാടാണ്, അല്ലെങ്കിൽ ഒരു ഉൾക്കണ്ണാണ്. എനിക്ക് ഇത്ര ലാഭം കിട്ടണം. എല്ലാവരും അങ്ങനെയാണ്. ഹോട്ടൽ നടത്തുന്നവരും ഒക്കെ അത്തരത്തിലുള്ള ലാഭം എല്ലാവരും പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ആസക്തിയോടുകൂടി ലാഭം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അനവരതം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നോക്കൂ, അപ്പം ആസക്തിയോടുകൂടി ചെയ്യുമ്പോൾ തന്നെ മനസ്സ് ഡിസ്റ്റർബായി, സമുദ്രത്തിൻ്റെ തിരമാലകൾ പോലെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ പറഞ്ഞതുപോലെ ലാഭാലാഭങ്ങളിൽ കണ്ണുവച്ചിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ വർക്കിൽ, നമ്മുടെ കർമ്മത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ലാഭവും നഷ്ടമൊക്കെ എന്താണ്, ലാഭം എനിക്ക് എത്ര വേണം, ആ ചിന്തകളായിരിക്കും. അപ്പം തന്നെ മനസ്സിലാക്കാൻ, ലാഭത്തോടുകൂടി വർക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ ആസക്തി കൊണ്ട് വർക്ക് ചെയ്യുമ്പോഴും മനസ്സ് ഡിസ്റ്റർബഡാണ്. മനസ്സിനെ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല. അപ്പോൾ കൃഷ്ണൻ പറയുകയാണ്, ആസക്തി അങ്ങ് ഉപേക്ഷിക്കുക. കർമ്മത്തിന് വേണ്ടി ചെയ്യുക. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു കഥ പറഞ്ഞിരുന്നു. ആ കർമ്മത്തിന് വേണ്ടി ചെയ്യുക, കർമ്മം പെർഫെക്ഷന് വേണ്ടി ചെയ്യുക, നമ്മുടെ സ്കില്ല് വളർത്താൻ വേണ്ടി ചെയ്യുക. ആസക്തിയെ ഉപേക്ഷിക്കുക. കാരണം ഫലമെന്ന് പറയുന്നത് നഷ്ടമായാലും ലാഭമായാലും നമ്മുടെ കയ്യിലല്ല. നമുക്ക് പ്രവർത്തിക്കാൻ മാത്രമേ റൈറ്റുള്ളൂ, നമുക്ക് പ്രവർത്തിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ.
അപ്പോൾ അത്തരത്തിൽ ആസക്തി വെടിയുമ്പോൾ തന്നെ മനസ്സ് ശാന്തമായി തുടങ്ങും. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി, നമുക്ക് എല്ലാത്തിനോടും ഒരു ആസക്തി ഉണ്ടാവും. ഇരിക്കുന്ന കസേരയോട് വരെ നമുക്കൊരു ആസക്തി ഉണ്ടാവും. താമസിക്കുന്ന വീടിനോട് ആസക്തി. വീട് വിട്ടു പോകുമ്പോൾ നമ്മൾ പൊട്ടിക്കരയുന്നു. കരയണ്ട എന്നുള്ളതല്ല, അമിതമായ ആസക്തി ഉപേക്ഷിക്കണം എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിൽ ആസക്തി ഉപേക്ഷിക്കുക. പിന്നെ ലാഭാലാഭം, നഷ്ടം, പരാജയം, ജയം, ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളിലൊക്കെ കണ്ണങ്ങ് മാറ്റുക. അത്തരത്തിലുള്ള ചിന്തകളെ അങ്ങ് ഉപേക്ഷിക്കുക. ചില പരാജയമായിരിക്കും, ചിലപ്പോൾ സക്സസ് ആയിരിക്കും. സമഭാവനയോടെ ഒന്ന് നോക്കുക, ഒന്ന് ശ്രദ്ധിക്കുക. എനിക്കിപ്പോൾ പരാജയമായി, നാളെ ഞാൻ ചിലപ്പം വിജയിക്കും. അപ്പം ഇത്തരത്തിൽ സമഭാവന വളർത്തിയെടുക്കുക. കനകമായാലും കാമിനിയായാലും എല്ലാത്തിനോടും തുല്യമായ അപ്രോച്ച്. നമുക്കറിയാം, ജാതിയിലൊക്കെ താണവരെ നമ്മൾ ഒരിക്കലും സമഭാവനയോടെയല്ല കാണുന്നവരുണ്ട്. അപ്പം ജീവിതത്തിൽ ഇവിടെ അത് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ജീവിതത്തിൽ നമുക്കുണ്ടാകുന്ന നേട്ടമായിക്കോട്ടെ, കോട്ടമായിക്കോട്ടെ, എല്ലാത്തിലും സമഭാവനയോടുകൂടി ചിന്തിക്കുക. അപ്പം അങ്ങനെ മനസ്സ് ഇത്തരത്തിൽ സമഭാവനയോടുകൂടി പോവുകയാണെങ്കിൽ മനസ്സിൻ്റെ ആ അവസ്ഥയാണ് കൃഷ്ണൻ യോഗം എന്ന് വിളിക്കുന്നത്. സമത്വം യോഗ ഉച്യത്തെ. മനസ്സ് സമത്വമാകുക, മനസ്സ് സമനിലയിലാവുക, തുല്യമായിട്ട് എല്ലാത്തിനെയും കാണുക. അപ്പോൾ യോഗസ്ഥ കുരു കർമാണി എന്ന് പറയുന്ന ശ്ലോകമാണ് 48. അതായത് ഒരുമിച്ച് നമ്മൾ പ്രവർത്തിക്കുകയാണ്. സംഘം തെക്വ ധനഞ്ജയ. ഇപ്പം നമ്മൾ ഒരു കാര്യം നിങ്ങൾ ചെയ്യുന്നു, പ്രവർത്തിക്കുമ്പം അതിൻ്റെ ഫലത്തോട് നിങ്ങൾക്ക് ഭയങ്കരമായ സംഘമായിരിക്കും. എനിക്കത് കിട്ടും, എനിക്കത് നേടണം, ഇത്തരത്തിലുള്ള അറ്റാച്ച്മെൻറ്റ് കൂടുതലാണ്. ആ അറ്റാച്ച്മെൻറ്റിനെ അങ്ങ് ഉപേക്ഷിക്കൂ. ധനഞ്ജയ എന്നാണ് വിളിക്കുന്നത്. വില്ലാളി വീരനാണ്, അപ്പോൾ ആ പേര് തന്നെ വെച്ച് വിളിക്കുകയാണ്. യുദ്ധത്തിൽ ജയിച്ചവനാണ്, ധനത്തെയും ജയിച്ചവനാണ്, എല്ലാത്തിനെയും ജയിച്ചവനാണ്. നമുക്കും അങ്ങനെ ജയിക്കാൻ സാധിക്കും. അപ്പോൾ അതൊരു മോട്ടിവേഷനാണ്. പേര് എത്രയും നല്ലൊരു പേര് വിളിക്കുകയാണ്, അർത്ഥമുള്ള പേര്. സിദ്ധോ, നിങ്ങൾക്ക് കിട്ടിയ സിദ്ധോ, നിങ്ങൾക്ക് കിട്ടിയാലും കിട്ടിയില്ലേലും, ചിലപ്പോൾ ജയമായിരിക്കും, ചിലപ്പോൾ പരാജയമായിരിക്കും, ചിലപ്പോൾ എന്തെങ്കിലും കിട്ടുമായിരിക്കാം, ചിലപ്പം കിട്ടാതെ വരാം. അപ്പോൾ എന്തുമായിക്കോട്ടെ, അത്തരം അവസ്ഥകളിലെല്ലാം തന്നെ മനസ്സിനെ സമമാക്കി നിർത്തുക. ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് ഇന്ന് വരെ നല്ലത് പറഞ്ഞ ആൾ നാളെ മോശമായിട്ട് പറഞ്ഞേക്കാം. സമഭാവനയോടെ വർത്തിക്കുക. അത് നേരത്തെ ഉൾക്കണ്ടുകൊണ്ട് കാണണം. ഇന്ന് എന്നെ സപ്പോർട്ട് ചെയ്യുന്നവർ നാളെ എന്നെ കല്ലെറിയുക. ഉൾക്കൊണ്ടുകൊണ്ട് കണ്ടാൽ ഇന്നവൻ സപ്പോർട്ട് ചെയ്യുമ്പോൾ പോലും നമ്മൾ ബാലൻസ്ഡ് ആയിരിക്കും. അപ്പം അത്തരത്തിൽ മനസ്സ് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ബാലൻസ് കീപ്പ് ചെയ്യുന്ന അവസ്ഥ, ആ യോഗം, അതിനെയാണ് സമത്വം യോഗ ഉച്യത്തെ. സമത്വം എന്ന് പറഞ്ഞാൽ യോഗമാണ്. യോഗമെന്ന് പറഞ്ഞാൽ അത് സമത്വമാണ്. സമത്വം എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും തുല്യമായി കാണുക. അത് ജീവിതത്തിൽ ജയമാവാം, പരാജയമാവാം, നഷ്ടമാവാം, ലാഭമാവാം, എന്തുമായിക്കോട്ടെ, അതിനെല്ലാം തുല്യമായിട്ട് കാണുക. ജീവിതത്തിൽ വിജയം വരുന്നു, പരാജയം വരുന്നു, തുല്യമായിട്ട് കാണുക. കളിയാക്കുന്നു നിങ്ങളെ ഒരാൾ, നാളെ നിങ്ങളെ അഭിനന്ദിക്കുന്നു. ഇന്ന് പൂമാല തരുന്നു, നാളെ നിങ്ങളെ ചെരുപ്പെടുത്ത് എറിയുന്നു അതേ ആൾ. ഇത്തരത്തിൽ ജീവിതം രണ്ട് ധ്രുവങ്ങളാണ്. ആ അവസ്ഥയിലെല്ലാം മനസ്സ് ശാന്തമാക്കി വെക്കുന്ന, മനസ്സ് കാം ആൻഡ് ക്വയറ്റാക്കി വെക്കുന്നതാണ് യോഗം എന്ന വാക്കുകൊണ്ട് കൃഷ്ണൻ ഉദ്ദേശിക്കുന്നത്. ഇനി കൃഷ്ണൻ പറയുകയാണ്, അർജുന, സമത്വ ബുദ്ധിയോടുകൂടി ചെയ്യുന്ന കർമ്മങ്ങളെക്കാൾ നികൃഷ്ടമാണ് ഫലം ആഗ്രഹിച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നത്. ഏറ്റവും വളരെ പ്രസിദ്ധമായൊരു ശ്ലോകമാണ് 49 ശ്ലോകം, 2ാമത്തെ ചാപ്റ്ററിൽ സാംഖ്യയോഗത്തിൽ. അതായത് നമ്മൾ എന്തെങ്കിലും ഫലം പ്രതീക്ഷിച്ച്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു, ഫലം പ്രതീക്ഷിച്ചാണ് അത് നിങ്ങളെ സ്നേഹിക്കുന്നതെങ്കിൽ അതാണ് ഏറ്റവും അപകടകരമായ കാര്യം. നിങ്ങൾ ഫലം പ്രതീക്ഷിച്ച് വർക്ക് ചെയ്യാതിരിക്കുക. ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് വർക്ക് ചെയ്യുന്നത് വളരെ അപകടകരമാണ്. അത് പ്രത്യേകം കൃഷ്ണൻ പറയുന്നുണ്ട്, നമ്മൾ ഫലേച്ഛ ഇല്ലാതെ കർമ്മം ചെയ്യണം. അപ്പം അറിവുള്ളവർ എന്ത് ചെയ്യും? ഫലേച്ഛ അങ്ങ് ഉപേക്ഷിക്കും. കാരണം എന്നാലേ ചെയ്യുന്ന ജോലിയിൽ, കർമ്മത്തിൽ കൂടുതൽ സ്കില്ലുണ്ടാവുള്ളൂ, കൂടുതൽ എന്താ പറയണ്ടേ, ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ, സമർപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം അതുകൊണ്ട് എത്തരത്തിലുള്ള കർമ്മം ചെയ്താലും ഈ ഒരു ആറ്റിറ്റ്യൂഡ്, അതായത് ഞാൻ ചെയ്യുന്നു എന്നുള്ള ഭാവത്തെ വെച്ച് പുലർത്താൻ പാടില്ല. ഞാൻ കർമ്മങ്ങൾ ചെയ്യുന്നു, ഞാനാണ് ഇത് ചെയ്തത്, ഞാനാണ് ഈ മുറ്റം തൂത്തത്, ഈ വെയിറ്റിംഗ് ഷെഡ് പണിതത് ഞാനാണ്, എൻ്റെയാണ് ഈ വെടിവഴിപാട്. ഇത്തരത്തിലുള്ള എൻ്റെ ചിന്തകളെല്ലാം ഉപേക്ഷിച്ച്, എൻ്റെ എന്ന് ചിന്തിക്കുന്നതെല്ലാം ഉപേക്ഷിച്ചിട്ട് നിഷ്കാമകർമ്മ ബുദ്ധിയോടുകൂടി, ഇതൊന്നും എൻ്റെ അല്ല എന്നുള്ള രീതിയിൽ
പ്രവർത്തിക്കുന്നവർക്ക് തീർച്ചയായിട്ടും മനസ്സിനെ ശാന്തമാക്കി നിർത്താനും സാധിക്കും, വിജയിക്കാനും സാധിക്കും.